കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. ഉണ്ണിമോള് പീഠത്തുനിന്ന് എഴുന്നേക്കാണ്. പിന്നീട് അവിടെയാണ് തിരുമേനിയോട് പറഞ്ഞു ആ തേങ്ങ എടുത്തോളാൻ പറയണം. ആ തേങ്ങ എടുത്തോണ്ട് എന്റെ പുറകെ വരാൻ പറയണം. അങ്ങനെ തിരുമേനി എന്ത് ചെയ്യുവാണ്, ആ തേങ്ങ എടുത്തോണ്ട് ഉണ്ണിമോളുടെ പുറകെ പോവാണ്. ഈ കാഴ്ച കണ്ടതും മുത്തശ്ശിക്ക് ഒന്നും മനസ്സിലായില്ല. മുത്തശ്ശിക്ക് എന്ത് ചെയ്യണമെന്നും അറിയത്തില്ല. പെട്ടെന്ന് ഗിരിദേവൻ പറഞ്ഞു മുത്തശ്ശി ഇവിടെ ഇരുന്നോളും. അതിപ്പോ പോകുന്ന ഉണ്ണിമോളല്ല, ബാലികാദേവിയാണ് പോകുന്നത്. ബാലികാദേവിനെ അനുഗമിക്കേണ്ട ആൾ തിരുമേനിയാണ്. ഒരു കാര്യമില്ലാതെ ഉണ്ണിമോള് പോകത്തില്ല എന്ന് പറയണ. അങ്ങനെ ഉണ്ണിമോള് നേരെ പോകുന്ന കടവിന്റെ ഭാഗത്തേക്കാണ് പോയത്. തിരുമേനിക്കോ അവിടെ ഉള്ളവർക്ക് എന്താ സംഭവം എന്ന് പോലും അറിയില്ലായിരുന്നു. അങ്ങനെ ഉണ്ണിമോള് നേരെ അങ്ങോട്ട് ചെല്ലുവാണ്. നേരെ അങ്ങ് ചെന്ന് കഴിഞ്ഞിട്ട് തിരുമേനോട് പറഞ്ഞു ആ തേങ്ങ അങ്ങോട്ട് ഇടാൻ പറയണം, തേങ്ങ അങ്ങോട്ട് എറിയാൻ പറയണം. തേങ്ങ അങ്ങോട്ട് എറിഞ്ഞു കഴിയുമ്പത്തേനും ആ തേങ്ങ ചെന്ന് വീണെടുത്ത് അവിടെ നോക്കാൻ പറയണം. ഇത്രയും മാത്രം പറഞ്ഞുള്ളൂ. അപ്പത്തേനുമാണ് അങ്ങോട്ടേക്ക് ഓടി വരുവാണ് അനുവിന്റെ അച്ഛന്. കാരണം അനുവിന്റെ അച്ഛന് പുഴയെന്ന് ബാലികാദേവി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുഴയെ പേടിക്കണമെന്ന്. ഒരു പക്ഷേങ്കിൽ തന്റെ മോൾക്ക് എന്തെങ്കിലും അപകടം പറ്റി പുഴയിലുണ്ടോന്ന് അറിയത്തില്ലോ. അങ്ങനെ എന്ത് ചെയ്യുവാണ്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും തന്നെ അങ്ങോട്ട് ഇറങ്ങി ഓടി ചെല്ലുവാണ് ആൾക്കാരൊക്കെ. അവിടെ മുങ്ങി തപ്പി കഴിയുമ്പോഴത്തേനും അനുവിനെ കിട്ടുവാണ്. പെട്ടെന്ന് അനുവിനെ പൊക്കിയെടുത്തോണ്ട് വരുവാണ്. ഒരു നിമിഷം കൂടെ ഒന്ന് വൈകിയിരുന്നെങ്കിൽ അനുവിന്റെ ജീവൻ അങ്ങനെ പോയാന്. കൃത്യസമയത്ത് തന്നെയാണ് ഉണ്ണിമോൾ അങ്ങോട്ട് വന്നതും അനുവിന്റെ ജീവൻ രക്ഷിച്ചുമൊക്കെ. പെട്ടെന്ന് എല്ലാരും കൂടെ കൂടി അനുവിന്റെ അങ്ങോട്ട് കൊണ്ടുവരുവാണ്. അങ്ങനെ കൊണ്ടുവന്ന് കിടത്തിയിട്ട് വയറിലൊക്കെ ഞെക്കി വെള്ളമെല്ലാം പുറത്തേക്ക് കളയുവാണ്. അങ്ങനെ പതുക്കെ അനു ജീവിതത്തിലേക്ക് തിരികെ വരുവാണ്. പതുക്കെ കണ്ടു പറഞ്ഞു. ഈ സമയമല്ല അനുവിന്റെ അച്ഛൻ വലിയ കരച്ചിലോട് കരച്ചിൽ തന്നെയായിരുന്നു. ഈ സമയം ഉണ്ണിമോളിൽ എല്ലാവർക്കും വിശ്വാസമായി. കാരണം ബാലികാദേവി വെറുതെ അല്ല. കാരണം ബാലികാദേവി എന്നൊരു പേര് മാത്രമല്ല, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവി ഉണ്ണിമോളുടെ മനസ്സ് കുടിയിരിപ്പണമെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഉണ്ണിമോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അച്ചട്ടമാണ്. ഇപ്പൊ അനുവിന്റെ ജീവൻ രക്ഷിച്ച ഉണ്ണിമോളാണ്. അപ്പൊ എല്ലാവർക്കും ആ ഒരു കാര്യം മനസ്സിലാവാണ്. പിന്നീട് ഉണ്ണിമോള് തിരികെ അങ്ങോട്ട് പോവാണ്. ഈ സമയം അനുവിന്റെ അച്ഛൻ വല്ലാത്ത വിഷമത്തിലാ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. തന്റെ മോൾ ഇത്രമാത്രം സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേങ്കില് അവൾക്ക് തോന്നിക്കാണും ഇനിയിപ്പൊ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ശ്രീരാജിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ജയിലിൽ പോണമെന്ന്. അപ്പൊ അതുകൊണ്ടായിരിക്കും അവൾ ഈ കണുക ചെയ്തേ. എന്റെ അയ്യപ്പസ്വാമി നീയായിട്ട് എന്തെങ്കിലും ഒരു വഴി കാണിച്ചാ ഇല്ല എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയാം. ഈ സമയം ഗിരിദേവൻ പറഞ്ഞു പേടിക്കേണ്ട അനുവിന്റെ അച്ഛ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, അനുചേച്ചി രക്ഷപ്പെടും, അനുചേച്ചിക്ക് ഒരു കുഴപ്പവും വരില്ല എന്ന് പറയാണ്. പിന്നീട് അനു പതുക്കെ കണ്ണു തുറന്ന് ചുറ്റും നോക്കുക. അങ്ങനെ അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കെട്ടിപ്പിടിക്കുവാണ് അനുവിന്റെ അച്ഛനെ. എന്തിനാ മോളെ ഇങ്ങനെ ചെയ്തേ, എന്ത് വന്നാലും ഞാനില്ലായിരുന്നു നിന്റെ കൂടെ, പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേന്ന് ചോദിച്ച് മോളെ ആശ്വസിപ്പിക്കുകയാണ്. പക്ഷേങ്കില് ആ സമയത്താണ് അങ്ങോട്ട് പോലീസുകാർ വരുന്നുണ്ട്. അനുവിനെ അന്വേഷിച്ച് അങ്ങോട്ട് പോലീസുകാർ വരുന്നുണ്ട്. ഇത് അനുവിന്റെ അച്ഛനോ ഒന്നും അറിഞ്ഞിരുന്നില്ല. അപ്പോഴേക്കും ഉണ്ണിമോള് നേരെ ക്ഷേത്രത്തിലേക്ക് തിരികെ എത്തിയിരുന്നു. അങ്ങനെ ഉണ്ണിമോള് ക്ഷേത്രത്തിലേക്ക് തിരികെ എത്തിയപ്പോ ഗിരിദേവൻ അങ്ങോട്ട് വരിക. അപ്പൊ ഗിരിദേവനെ കണ്ടതും ഉണ്ണിമോള് ചോദിച്ചു ഗിരിദേവനാ. ഗിരിദേവൻ പറഞ്ഞു എന്താ ഉണ്ണിമോളെ, എനിക്കറിയില്ല ഗിരിദേവ എന്തൊക്കെയാ സംഭവിച്ചുകൊണ്ടിരിക്കണേന്ന്. ഒരു പക്ഷേങ്കില് ഞാൻ ബാലികാദേവി എന്ന് എല്ലാരും പറയുന്നുണ്ട്. എന്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ പറയാനും പറയുന്നുണ്ട്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ചില സമയത്ത് എനിക്ക് എന്താ സംഭവിക്കുന്ന പോലും എനിക്ക് അറിയില്ല എന്ന് പറയാം. ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു ആ ഒരു കാര്യത്തിൽ ഉണ്ണിമോൾക്ക് ഒരു പേടിയും വേണ്ട കേട്ടോ. ഉണ്ണിമോൾ ആ പീഠത്തിൽ ഇരുന്ന് കഴിയുമ്പോ ഉണ്ണിമോളുടെ മനസ്സിൽ എന്താണോ തോന്നുന്നേ, ഉണ്ണിമോൾക്ക് എന്താണ് ചെയ്യാൻ തോന്നേ, അത് ഉണ്ണിമോൾ ചെയ്തോളം പറയാം. കാരണം ഉണ്ണിമോൾക്ക് ഒരു ഭയമുണ്ട്. ആകെപ്പാടെ താൻ ബാലികാദേവിയായിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലും ആൾക്കാരൊക്കെ തന്നെ കളിയാക്കോ അല്ലെങ്കിൽ താൻ പറയുന്ന തെറ്റായി പോകുന്നൊരു ചിന്തയൊക്കെ ഉണ്ട്. ഗിരിദേവൻ എങ്ങനെ ആശ്വസിപ്പിക്കും ഉണ്ണിമോളെ. ഉണ്ണിമോൾക്ക് ആ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട. ഉണ്ണിമോൾ ആ പീഠത്തിലിരുന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ദേവിയുടെ കൽപ്പനകളായിരിക്കും, ദേവി പറയുന്ന കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് ഉണ്ണിമോൾക്ക് ഒരു പേടിയും വേണ്ടെന്ന് പറഞ്ഞ് ഉണ്ണിമോളെ സമാധാനിപ്പിക്കണം. ഈ സമയം അനു ദേവിപുരത്തുള്ള ഉണ്ടെന്നുള്ള വിവരം കിട്ടുവാണ് പോലീസുകാര്. അവരങ്ങനെ അനുവിനെ അന്വേഷിച്ച് അങ്ങോട്ട് വരുവാണ്. അങ്ങനെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞപ്പോ അനുവിന്റെ അച്ഛനും കൂടെ ബാലികാദേവിയുടെ അരിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഉണ്ണിമോളുടെ അരിയിലേക്ക് വന്നിട്ടുണ്ട്. ഉണ്ണിമോളുടെ അരിയിൽ വന്ന് നന്ദി പറയുമായിരുന്നു. കാരണം തന്റെ മോളുടെ ജീവൻ രക്ഷിച്ച ഉണ്ണിമോളാണ്. ഉണ്ണിമോൾ എന്ന് പറഞ്ഞ ഇപ്പൊ ബാലികാദേവിയാണ്. ഇല്ലെങ്കിൽ ഒരു പക്ഷെ തന്റെ മോളുടെ ജീവൻ തനിക്ക് തിരികെ കിട്ടില്ലായിരുന്നു. അങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലീസുകാരങ്ങോട്ട് വരുന്നേ. അങ്ങനെ പോലീസുകാരെ കണ്ടതും ഉണ്ണിമോളുടെ അച്ഛൻ അനുവിന്റെ അച്ഛൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരു വെപ്രാളമായി പോയി. തന്റെ മോളെ ഇപ്പൊ തന്നെ കൊണ്ടുപോകുന്നു മനസ്സിലായി. പെട്ടെന്ന് അനുവിന്റെ അച്ഛൻ ഉണ്ണിമോളുടെ കാൽക്കീഴിലേക്ക് കൊണ്ട് പറഞ്ഞു എന്റെ മോളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, എനിക്ക് എന്റെ മോളെ വേണം, എന്റെ മോളെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ജീവനോടെ ഉണ്ടാവില്ലെന്ന് പറയാണ്. ഈ സമയം ഉണ്ണിമോള് പറഞ്ഞ് ധൈര്യമായിട്ടിരിക്കോ, ഒന്നും സംഭവിക്കില്ല എന്ന് പറയാം. അങ്ങനെ പോലീസുകാരൻ വന്നു കഴിഞ്ഞപ്പോ ഉണ്ണിമോള് പറഞ്ഞു അതെ ഒരു കാര്യം മാത്രം ഞാൻ പറയാം, സാർ ചെന്ന് കഴിയുമ്പം ശ്രീരാജിന്റെ അടുത്ത് കൊണ്ടുപോയി അനുവിനെ കാണിക്കണമെന്ന് പറയണം. അനുവിനെ ശ്രീരാജിന്റെ അടുത്ത് കൊണ്ടുപോകണം. ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കാരണം ചോദ്യം ചെയ്യാനൊക്കെ കൊണ്ടുപോകില്ല. അപ്പൊ ശ്രീരാജിനെ കയറ്റി കാണിക്കണമെന്ന് മാത്രം, ആ ഒരു വാക്ക് മാത്രമാണ്
ആ സമയത്ത് ഉണ്ണിമോള് പറഞ്ഞ ഇതെന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞേന്ന് അനുവിന്റെ അച്ഛനോ ബാക്കി ആർക്കും ഒന്നും മനസ്സിലായില്ല. അത്രമാത്രം ഉണ്ണിമോള് പറയുകയും ചെയ്തു. ബാലികാദേവി പറഞ്ഞ കാര്യങ്ങളല്ലേ, അപ്പൊ അതെന്താണ് സത്യമായിരിക്കും. കാരണം പോലീസുകാർ അവിടെ വന്നപ്പോ തന്നെ കേട്ടു അവിടെ നടന്ന കാര്യങ്ങളെല്ലാം. അനുവിന്റെ ജീവൻ രക്ഷിച്ച ബാലികാദേവിയാണെന്നും ഇതെല്ലാം അവരെല്ലാം കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അനുവിനെയും കൊണ്ട് നേരെ പോകുന്ന ഹോസ്പിറ്റലിലേക്കാണ്. ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോ തന്നെ അവിടെ വല്യമ്മാവനും അതോടൊപ്പം തന്നെ രാഗിണിയൊക്കെ ഉണ്ടായിരുന്നു, ശ്രീരാജിന്റെ അമ്മ. അനുവിനെ കണ്ടത് പറഞ്ഞു, അവള് വന്നിരിക്കുന്ന കണ്ടില്ലേ, എന്റെ മോന്റെ ജീവിതം ഈ വിധമാക്കിയിട്ട് നാണമില്ലേടി നിനക്ക് വീണ്ടും ഇങ്ങോട്ട് കയറി വരാനെന്ന് പറഞ്ഞോണ്ട് വല്ലാതെ പറഞ്ഞോണ്ടിരിക്കുക. ഈ സമയത്ത് വല്യമ്മാവൻ പറഞ്ഞു, നീ എന്തിനാടി ഇങ്ങോട്ട് വന്നേ, നിന്നോട് പറഞ്ഞല്ലായിരുന്നോ? ഇത് കേട്ടോ അനു ഒന്നും മിണ്ടാ നിൽക്കുക. അപ്പൊ അനുവിന്റെ അച്ഛൻ പറഞ്ഞു, എന്താ വല്യമ്മാവൻ ഇങ്ങനെയൊക്കെ പറയണേ? പിന്നെ എങ്ങനെ പറയും, അകത്ത് കിടക്കുന്ന എന്നറിയോ, ജീവച്ചമ്പം പോലെ ഒരാളെ കിടക്കുന്നേ. ആ വെന്റിലേറ്റർ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു പറയാണ്. ഈ സമയത്താണ് ഗിരിദേവനും ഭാവനും കൂടെ അങ്ങോട്ട് വരുന്നേ. ഗിരിദേവനും ഭാവനും കണ്ടപ്പോ തന്നെ അനുവിന്റെ അച്ഛന് പകുതി സമാധാനമേ. ഗിരിദേവനുണ്ടല്ലോ. പെട്ടെന്ന് ഗിരിദേവൻ പോലീസുകാരനോട് ചോദിച്ചു, അല്ല സാറിനോട് ഒരു കാര്യം ബാലികാദേവി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇവിടെ വന്നു കഴിയുമ്പം അനുവിനെ കയറ്റി ശ്രീരാജേട്ടനെ കാണിക്കണം എന്നുള്ളേ. ബാലികാദേവി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കാൻ സാറിന് പറ്റുമോന്ന് ചോദിക്കാം. ഇത് കേട്ടതും പോലീസുകാരനൊന്ന് ആലോചിച്ചു. കാരണം പറഞ്ഞ കാര്യമാണ്. ഇനിയിപ്പം അങ്ങനെ ബാലികാദേവി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനുസരിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഒരു പക്ഷേ ബാലികാദേവിയുടെ കോപം ഇങ്ങനെ ഉണ്ടായാലോ, അങ്ങനെ ഒരു ടെൻഷൻ പുള്ളിക്കാരനുണ്ടാകുന്നുണ്ട്. ഈ സമയം പറഞ്ഞു, ശരി അതിന് പോയി ശ്രീരാജിനെ കണ്ടോളാൻ പറയണം. ഇത് കേട്ടൻ രാഘവൻ വേണ്ട, എന്റെ മോനെ ഇവള് കാണണ്ടെന്ന് പറയണം. എന്റെ മോനെ ഈ വിധമാക്കിയെന്നും പോരാ, ഇനി ഇവള് കയറി കാണാനിട്ടോ ഒരു കാരണവശാലും ഞാൻ സമ്മതിക്കില്ലെന്ന് പറയാം. പെട്ടെന്ന് തന്നെ ഗിരിദേവൻ പറഞ്ഞു, അമ്മ എന്തിനാ ഇങ്ങനെ ചാട്യം പിടിക്കുന്നേ? അമ്മയുടെ മോന്റെ കയ്യിലിപ്പോണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. അറിഞ്ഞോണ്ട് ആരും ഇവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അറിയാം. അത് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം അമ്മേന്റെ മോന്റെ കയ്യിലിപ്പോണ്ട എങ്ങനെ സംഭവിച്ചെന്ന്. പിന്നെ എന്തിനാ അമ്മയുടെ മോനെ ന്യായീകരിക്കുന്നതെന്ന് ചോദിക്കുക. ഇത് കേട്ടൻ രാഗിണി പറഞ്ഞു, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാനൊരു പെറ്റമ്മയാ, എനിക്ക് എന്റെ വേദന മനസ്സിലാവുള്ളൂ. എന്റെ മകനാ അകത്താവിധം കിടക്കുന്നേ. അവന്റെ മുഖത്തുനിന്ന് ആ വെന്റിലേറ്ററിന്റെ ആ മാസ്ക് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി അവന് പിന്നെ ഈ ലോകത്തിൽ നിന്ന് തന്നെ പോകുന്നു പറയാം. ഈ സമയം ഗിരിദേവൻ പറഞ്ഞു, അനുചേച്ചി അകത്തേക്ക് പോയി കാണാൻ പറയാണ് ശ്രീരാജേട്ടനെ. അങ്ങനെ അകത്തേക്ക് അനു അങ്ങോട്ട് കയറി ചെല്ലുക. അകത്തേക്ക് അങ്ങോട്ട് അനു കയറി ചെല്ലുമ്പോഴത്തേനും വെന്റിലേറ്റർ ആ മാസ്ക് അങ്ങോട്ട് മാറ്റുവാണ്. ആ കാഴ്ച കണ്ടോണ്ട് അനു അങ്ങോട്ട് കയറി ചെല്ലുന്നേ. ഈ സമയത്തെ അങ്ങോട്ട് അവിടെ ഒരു അത്ഭുതം നടക്കുന്നുണ്ട്. കാരണം ശ്രീരാജിന് വീണ്ടും പുതുജീവൻ വെക്കുവാണ്. അനു അങ്ങോട്ട് കയറി ചെന്ന് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീരാജ് കണ്ണൊക്കെ തുറക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. അതെന്താണെന്ന് അറിയത്തില്ല. ഉറപ്പായിട്ട് ശ്രീരാജ് തിരികെ ജീവിതത്തിലേക്ക് വരും മാത്രമല്ല അനുവിന് ഇത്ര നാളുണ്ടായിരുന്ന ആ കഷ്ടകാലമൊക്കെ അങ്ങോട്ട് മാറുകയും ചെയ്യുവാണ്. അങ്ങനെ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പൊ ഇതിന്റെ ഫുൾ വിശേഷം വന്ന് കഴിയുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നുള്ള അത് മാത്രമല്ല, ഇതുവരെയായിട്ടും ആദ്യമായിട്ട് ഉണ്ണിമോളെ അരുളിപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മാലയുടെ കാര്യം. ആ മാല നട അടയ്ക്കണ സമയത്ത് അവിടെ കാണുമെന്നൊക്കെയാളെ. അങ്ങനെ ആ മാലയും നാളെ തിരുനടയിൽ ഇരിക്കുന്നത് കാണുന്നുണ്ട്. അങ്ങനെ ഉണ്ണിമോളിൽ എല്ലാവർക്കും നല്ല വിശ്വാസമൊക്കെ വരിക. ബാലികാദേവി ശരിക്കും പറഞ്ഞാൽ ഉണ്ണിമോൾ ഇപ്പം ബാലികാദേവി തന്നെയാന്ന് ആൾക്കാർക്കെല്ലാം മനസ്സിലായി. അങ്ങനെ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. അപ്പൊ നമ്മൾ നാളെ കാണാൻ പോകുന്ന, നാളെ ഇനി വരുന്ന ദിവസങ്ങളെല്ലാം ഓരോ ദിവസം ബാലികാദേവിയുടെ മഹാത്മ്യമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.